ഹായ്, ഞാൻ മരിയ. ഞാൻ പെരുമ്പാവൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് അർഷിത. ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു. ഞാൻ +2 കഴിഞ്ഞതിന് ശേഷം ACC എടുത്ത ആളാണ്. ഞാൻ CMAക്ക് പോയിരുന്നപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ട് പറഞ്ഞ പ്രകാരം മൈഗ്രേഷനൊക്കെ കുറച്ചുകൂടെ താല്പര്യം ഉണ്ടെങ്കിൽ ACC ആണ് ബെറ്റർ എന്ന് പറഞ്ഞു. പിന്നെ അത് CAനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണ്. സോ ഞാൻ ACCയെ ചൂസ് ചെയ്തു +2ന് ശേഷം. ഞാനും +2 കഴിഞ്ഞിട്ടാണ് ACCയിലോട്ട് വരുന്നത്. പക്ഷേ ഞാൻ +2 സയൻസ് ആയിരുന്നു എടുത്തേക്കണത്. അപ്പം എനിക്ക് ആദ്യം ACCനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഇത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. അതേപോലെ തന്നെ 180+ കൺട്രീസിൽ ഇതിൻ്റെ സ്കോപ്പ് ഉണ്ട്. അപ്പം ഫസ്റ്റ് ടൈം എനിക്ക് വരുമ്പം ഇച്ചിരി പേടിയുണ്ടായിരുന്നു. കാരണം സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ ഒരു കൊമേഴ്സ് ഫീൽഡിലോട്ട് വരുന്നത്. പക്ഷേ എനിക്ക് ഇതുവരെ ഞാൻ 8 പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കിവിടെ തോന്നിയിട്ടില്ല. ഞാൻ Xylem ചൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തിങ് മിഷാൽ സാർ. ദെൻ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത്രയും ഒരു കോഴ്സ് പഠിക്കുന്നതുകൊണ്ട് തന്നെ ഫീസ് വലിയൊരു മാറ്റർ തന്നെയാണ്. ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കൊക്കെ വിളിച്ചപ്പോഴാണെങ്കിലും നല്ലൊരു ഹൈ ഫീസ് പറഞ്ഞപ്പോൾ Xylem നമുക്ക് അഫോർഡബിൾ ഫീസിൽ എന്നാൽ ഒരു ബെസ്റ്റ് ഫാക്കൽറ്റീനെ വെച്ചിട്ടാണ് അവർ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെയിം തിങ്. അതേപോലെ തന്നെ Xylemത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ ക്ലാസ്സിൻ്റെ നമുക്ക് നല്ല ബെസ്റ്റ് ആയിട്ടുള്ള രീതി തന്നെയാണ്. അതേപോലെ തന്നെ നമുക്ക് ഇവർ ഫുൾ ടൈം മെൻറ്റേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ് കഴിഞ്ഞ ശേഷം നമുക്കിവിടെ സ്റ്റഡി ഏരിയാസ് ഉണ്ട്. നമുക്കിവിടെ ഇരുന്ന് ഈവനിങ് വരെ ഇരുന്ന് പഠിക്കാം. പിന്നെ മെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം, ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ പേപ്പേഴ്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ ഓഫ്ലൈൻ ക്ലാസ് മാത്രമല്ല, അതിൻ്റെ കൂടെ നമുക്ക് റെക്കോർഡിങ്സും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ക്ലാസ്സൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ റിവിഷൻ ടൈമിൽ അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് റെക്കോർഡിങ്സ് ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ അത് അവർ അതിനനുസരിച്ചുള്ള നമുക്ക് ഒരു ക്ലാസ് മിസ്സായെന്ന് വെച്ചിട്ട് പിന്നീട് നമ്മൾ ആ ഒരു പോർഷൻ നമ്മൾ ഭയങ്കര ഇതായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. അതിനായിട്ടുള്ള എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഇവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതനുസരിച്ച് ചെയ്തു തരും. ഞങ്ങളിപ്പോൾ 2 വർഷമായി ACCയെ ചെയ്യുന്നത്. ഞങ്ങൾ ACCയെ തുടങ്ങുമ്പോൾ തൊട്ട് ഞങ്ങൾ ഒരുമിച്ചാണ്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് Xylem ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തന്നെയാണെങ്കിലും ഇനി പെർസ്യൂ ചെയ്യുന്ന പിള്ളേർക്ക് Xylem നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ലൈക്ക് ഫുൾ ടൈം മെൻറ്റേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Xylemത്തിൻ്റെ ക്ലാസ്സിൻ്റെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പിന്നെ ഫാക്കൽറ്റീസിൻ്റെ പൂള് ഒക്കെ Xylemത്തിൽ നല്ല രീതിക്കുണ്ട്. അപ്പം Xylem ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ACCക്ക്. പിന്നെ അഫോർഡബിൾ ഫീസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഫീസ് കുറവാന്ന് വെച്ചിട്ട് ഒരിക്കലും അവരുടെ ക്വാളിറ്റി അത് വെച്ചിട്ട് കോംപ്രമൈസ് ചെയ്യുന്നില്ല. നല്ല രീതിക്ക് ക്വാളിറ്റി ഒരു എഡ്യൂക്കേഷൻ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താങ്ക് യു.